എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എപ്പോൾ യൂട്യൂബ് തുറന്ന് നോക്കിയാലും കാണുന്നതെന്ന് പറഞ്ഞാൽ പരസ്പരം യൂട്യൂബർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പോർ വിളിക്കുന്നതും വഴക്ക് കൂടുന്നതും തെറി വിളിക്കുന്നതും ഒക്കെയാണ് നമ്മൾ കാണാറുള്ളത് അല്ലേ. ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് അത്തരം പ്രവൃത്തികളാണ്. കൂടുതലായിട്ട് ലേഡീസാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബിൽ തെറി വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ എന്നാലും ചിലരെയൊക്കെ സെലക്ട് ചെയ്താണ് ആളുകൾ പേരിട്ട് വെക്കുന്നത്. അതിലുള്ള ഒരാളാണ് നമ്മുടെ ഷെഫീന ബീഗം എന്ന് പറയുന്ന, തെറിത്താത്ത എന്ന് മറ്റുള്ളവർ പറയുന്ന ഷെഫീന ബീഗം എന്ന് പറയുന്ന ഒരു ലേഡി. ശരിക്കും പറഞ്ഞാൽ ഈ ഷെഫീന ബീഗം എന്ന് പറയുന്ന വ്യക്തി മാത്രമാണോ ഇതുപോലെ കിടന്ന് തെറി വിളിക്കുന്നത്? അവരെക്കാൾ ഏറെ നന്നായിട്ട് തെറി വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരുടെ ആരുടെയും പേരുകൾ ആരും എടുത്ത് പറയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ചാനലിൽ പോയും അല്ലാതെയും പൂരത്തെറി അവരെയും അവരുടെ അച്ഛനെയും അമ്മയെയും ആരാണോ പറയുന്നത്, അവരുടെ പാരൻസിനെ മാത്രമല്ല അവരുടെ 10 തലമുറകൾക്കപ്പുറം മരിച്ചു പോയവരൊക്കെ ഉണ്ടെങ്കിൽ കുഴിയിലിടയെന്ന് എണീച്ച് വരുന്ന രീതിയിലുള്ള വാക്കുകളൊക്കെ അവർ പറഞ്ഞിരിക്കും. പിന്നീട് പറയുന്നത് മുഴുവനും അവിഹിതങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ പറയുന്നത്. അത് പേടിച്ചിട്ടാണ് മറ്റുള്ളവരെ ആരും പേരെടുത്ത് പറഞ്ഞ് ആരും ആരെയും റിയാക്ട് ചെയ്യാത്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഷെഫീന ബീഗം എന്ന് പറയുന്ന ആ ഒരു സഹോദരിക്ക് 2 കുട്ടികളാണ് ഉള്ളത്. അത് എനിക്ക് തോന്നുന്നു ഒരു 30 വയസ്സോ മറ്റോ പ്രായമുള്ളൊരു ആൺകുട്ടിയും പിന്നെ ഒരു 10-15 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞു കുട്ടിയുമാണ് ഉള്ളത്. അപ്പോൾ മറ്റൊരു യൂട്യൂബറെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ഷെഫീന ബീഗം എന്ന് പറയുന്ന സഹോദരിയുടെ മകൻ ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അത് കാരണം ആ ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന പീഡനങ്ങളുടെ കാര്യമൊക്കെ ആ കുട്ടി വളരെ ഇതായിട്ട് അവരുടെ ചാനലിൽ വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ആ കുട്ടി എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ കുട്ടിയൊന്നുമല്ല. ഈ പറയുന്ന പയ്യൻ്റെ ഏജൊക്കെ വരുമായിരിക്കും എന്ന് തോന്നുന്നു, അറിയില്ല, നമുക്ക് അവരുടെയൊന്നും പ്രായമൊന്നും അറിയില്ല. എന്ത് തന്നെയാണെങ്കിലും ഷെഫീന ബീഗം എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണ് ഈ ഒരു പയ്യനെ കൊണ്ട് ഇതിനെല്ലാത്തിനും കൂട്ടു നിൽക്കുന്നത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ഷെഫീന ബീഗത്തിന് ഈ പറയുന്ന സ്ത്രീയെ അവരുടെ മകൻ്റെ ഭാര്യയാക്കി കൊണ്ടുവരാൻ വളരെയധികം ആഗ്രഹമുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ലേഡിക്ക് 2 കുട്ടികളുണ്ട്. അപ്പോൾ കുട്ടിയുണ്ട്, ഭർത്താവുണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ അവരെയൊക്കെ വിട്ടിട്ട് ഇവർക്ക് എന്തായാലും 2 കുട്ടികളുള്ള ഒരാളിനെ എന്തായാലും ആ കുഞ്ഞുങ്ങളെയും അതും മാത്രമല്ല കെട്ടിയവനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് വേറൊരു വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് എന്തായാലും ചിന്തിക്കാൻ പറ്റില്ല. സാധാരണപ്പെട്ട ആളുകളാരും അത് ചെയ്യുന്ന കാര്യമില്ല. എന്നിട്ടും ഈ പറയുന്ന ഷെഫീന ബീഗം എന്ന് പറയുന്ന തെറിത്താത്ത അങ്ങനെ അവരുടെ മകനെ നിർബന്ധിക്കുന്നു. മകനെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തി ഈ ഒരു ലേഡിക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ തെറിത്താത്ത നേരെ ദുബായിലേക്ക് പോകാനായിട്ട് ഇരിക്കുക അത്രേ. ഈ പറയുന്ന ലേഡിയുടെ ഭർത്താവ് എന്ന് പറയുന്ന ആളിനെ കണ്ടിട്ട് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നങ്ങനെ പറയുന്നു. അതുമാത്രമല്ല, അവരുടെ ഭർത്താവും അവരും അവരുടെ കുട്ടികളും തമ്മിലുള്ള ജീവിതം പോലും നശിപ്പിക്കാനായിട്ട് ഈ ഒരു തെറിത്താത്ത എന്ന് മറ്റുള്ളവർ വിളിക്കുന്ന ഷെഫീന ബീഗം എന്ന് പറയുന്ന സഹോദരി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. എന്നാൽ ഈ പറയുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ആരോപിക്കുന്ന സ്ത്രീ എന്ന് പറയുന്നത് അവർ വളരെയധികം എന്താണ് പറയുന്നത്, അവർ വളരെയധികം വേദനയോടുകൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ അവർ മറ്റൊരു കാര്യം പറയുന്നുണ്ട് എന്ന് വെച്ചാൽ, ഈ ഒരു സ്ത്രീയെ നിങ്ങളൊക്കെ അറിയുമായിരിക്കും. കാരണം അവർ എന്ന് പറഞ്ഞാൽ അവർ ഒരു ശ്രീകൃഷ്ണൻ്റെ പടം വരച്ച് ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ അവരെ ഒരു തരത്തിലും ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഷെഫീന ബീഗം അവരുടെ മകനെയും കൂട്ടി അവിടെ ചെന്നു എന്നാണ് പറയുന്നത്. അവിടെ അവരുടെ വീടിൻ്റെ അടുത്ത് പോയി. പക്ഷേ എന്ന് വെച്ചാൽ അവരുടെ മകന് ഇവരെ കൂടാതെ ജീവിക്കാൻ പറ്റില്ലത്രേ.
അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഷെഫീന ബേബിയാണ് ഇതിനെല്ലാത്തിനും കൂട്ട് നിൽക്കുന്നത്. രണ്ടായാലും ഷെഫീന ബീഗത്തിന് ഈ പറയുന്ന ലേഡിയെ തന്നെ മരുമകളായിട്ട് കിട്ടിയേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നതായിട്ടാണ് ഇവർ പറയുന്നത്. ഈ പറയുന്ന സ്ത്രീ ആണെങ്കിലുണ്ടല്ലോ തട്ടമിട്ടുകൊണ്ട് ശ്രീകൃഷ്ണനെ വരച്ച് ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒരു ലേഡിയാണ്. ഒരുപാട് ശ്രീകൃഷ്ണ ഭക്തയാണ്. ശരിക്കും ഹിന്ദുക്കൾ കൃഷ്ണനെ വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഒരു ദിവസം കണ്ണാന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ലേഡിയാണ് അവർ. അപ്പോൾ അവർ ഇത്രയേറെ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഷെഫീന ബീഗത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണനെ ഇത്രയധികം ധ്യാനിക്കുന്നത് കൊണ്ട് മനസ്സിൽ ഏത് നേരവും കൃഷ്ണനെ വച്ച് ആ ഒരു ഇത് മനസ്സിൽ ദൈവമേ എന്നുള്ള വിചാരമുള്ളത് കൊണ്ട്, അപ്പോൾ അത്രയും ഭക്തയായ ഒരു സ്ത്രീയെ മകനെ വിവാഹം കഴിപ്പിക്കണം എന്നുള്ളത് വെച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ അവരുടെ മനസ്സിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. പിന്നെ ഇവർക്ക് 2 കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും ഇവരെ കാണാനായിട്ട് ഭയങ്കരമായ സൗന്ദര്യമൊക്കെ ഉണ്ട്. പക്ഷേ കുട്ടികളുണ്ടെന്ന് തോന്നുന്നില്ല കണ്ടാൽ. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഷെഫീന ബീഗത്തിൻ്റെ മകന്. പക്ഷേ എന്തായാലും ഷെഫീന ബീഗത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ഇവരുടെ മകനെ പറഞ്ഞ് തിരുത്താമായിരുന്നു, മക്കളെ പറഞ്ഞ് തിരുത്താമായിരുന്നു. മക്കളെ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, അവർക്കൊരു കുടുംബമുണ്ട് എന്നൊക്കെ പറയാണ്ട്, അപ്പോൾ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാണ്ട് വെറുതെ ഈ മക്കൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ശരിയായ കാര്യമല്ല. ഇവരാണെങ്കിൽ ആകെ ടെൻഷനിലാണ്. ഇവർക്ക് ഈ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർക്ക് ഒന്നാമത് ഇവർക്ക് മൈഗ്രെയിൻ്റെയൊക്കെ പ്രശ്നമുള്ള ലേഡിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഇവർക്ക് എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ കൊടുക്കുന്നത്? അവരുടെ 2 മക്കളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഇതിൻ്റെ ഇടയിൽ എന്തിനാണ് വെറുതെ ഷെഫീന ബീഗത്തിന് ഈ ലോകത്ത് മക്കൾക്ക് ഭാര്യമാരെ വേറെ കിട്ടില്ലേ? ഈ ലോകത്ത് എന്താ പെൺകുട്ടികൾക്ക് ഇത്രയേറെ ദാരിദ്ര്യമാണോ ഷെഫീന ഇത്ത? നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കൾക്ക് പെൺകുട്ടികളെ കിട്ടാനായിട്ട് ഇത്ര ദാരിദ്ര്യമാണോ? എന്തിനാണ് വെറുതെ ഈ സൽസ്വഭാവിയായ ഒരു ലേഡിയുടെ പിന്നാലെ നിങ്ങളിങ്ങനെ അലയുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ പറഞ്ഞ് കാര്യം മനസ്സിലാക്കി കൊടുത്തുകൂടെ? നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു ഫെമിനിസ്റ്റ് ആണെന്നൊക്കെയാണ് മറ്റുള്ളവർ പറഞ്ഞു വെക്കുന്നത്. എനിക്കറിയില്ല അതേക്കുറിച്ചൊന്നും. സ്ത്രീകൾക്ക് എന്ത് പ്രശ്നം വന്നാലും അത് മുന്നിട്ട് നിന്ന് പരിഹരിക്കാനായിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഞാൻ വന്നിട്ട് അല്ലെങ്കിൽ മറ്റൊരാൾ വന്നിട്ട് അവർക്ക് ഒരു സങ്കടം ഉണ്ടെങ്കിൽ അത് വന്നിട്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ അത് രണ്ടും കൽപ്പിച്ച് നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിമിതികളെക്കുറിച്ച് പോലും നിങ്ങൾ ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു ത്യാഗ മനോഭാവമാണ് നിങ്ങളുടേത് എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ മക്കളെ തിരുത്താനായിട്ട് നോക്കാത്തത്? അപ്പോൾ ഈ ഭർത്താവും കുട്ടികളൊക്കെ ഉള്ള ഈ ഒരു സ്ത്രീയുടെ പിന്നാലെ എന്തിനാണ് നിങ്ങൾ അലയുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു സ്ത്രീ ആണെങ്കിൽ ശ്രീകൃഷ്ണന് വേണ്ടിയിട്ട് ഈ ഒരു ജന്മം പോലും ജന്മം പോലും ശ്രീകൃഷ്ണന് വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണ്. ശ്രീകൃഷ്ണനെ വരയ്ക്കുന്നു എന്ന് മാത്രമല്ല, ശ്രീകൃഷ്ണനെ ഓർത്ത് വളരെയധികം മനോവിഷമം അനുഭവിക്കുന്ന, അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഡെയിലി പോകാനുള്ള ഒരു അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ അത്രയും സന്തോഷമായിട്ട് കരുതുന്ന ഒരു ലേഡിയാണ് അവർ. അപ്പോൾ അവർക്ക് വെറുതെ ടെൻഷൻ ഉണ്ടാക്കി അവരുടെ മൈഗ്രെയിനൊക്കെ കൂട്ടാണ്ട് നിങ്ങളുടെ കുട്ടികളെ പറഞ്ഞൊന്ന് തിരുത്തുന്നത് ഏറ്റവും നല്ല കാര്യമായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ വെറുതെ എന്തിനാണ് ഈ യൂട്യൂബിൽ കിടന്ന് ഇങ്ങനെ പരസ്പരം ചെളിവാരി തേക്കുകയും തെറി അഭിഷേകം വിളിക്കുകയും ചെയ്യുന്നത്? അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? എന്തായാലും നിങ്ങൾ വളരെ നല്ലൊരു സ്ത്രീയാണ് എന്നത് എല്ലാവർക്കും അറിയാം. എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് വരുന്നതെന്നറിയാം. ഒക്കെ ശരിയാണ്. അപ്പോൾ എന്തായാലും ഈ ഭർത്താവും കുട്ടികളൊക്കെയുള്ള ഈ ഒരു ലേഡിയെ വിട്ടുപിടിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഒരു ലേഡിയാണെങ്കിൽ കേസ് കൊടുത്തു കളയും നിങ്ങളുടെ പേരിൽ, അതുകൂടി നിങ്ങൾ സൂക്ഷിക്കുക. കേസ് കൊടുത്തു കഴിഞ്ഞാൽ സ്ത്രീകളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് തല പോകുന്ന കേസ് കേട്ടാണ്. സ്ത്രീകൾ പറയുന്ന വാക്കിനാണ് പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ വെറുതെ വിട്ടേക്കുക എന്നാണ് പറയാനുള്ളത്.
അപ്പോൾ എന്തിനാണ് വെറുതെ ഒരു പിന്നെ ഭർത്താവും 2 കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ഒരു ലേഡിയുടെ പിന്നാലെ പോകുന്നത്? അപ്പോൾ അവരെ വിട്ടേക്കുക. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഷെഫീന ഇത്ത ഇത് കാണുകയാണെങ്കിൽ ഇത്ത എന്നെ തെറി കൊണ്ട് അഭിഷേകം നടത്തുമെന്ന് എനിക്കറിയാം. സാരമില്ല, നിങ്ങളങ്ങനെ എന്നെ തെറി വിളിക്കുകയാണെങ്കിൽ എന്നെ ഒരു മൂത്ത സഹോദരി എന്നെ വിളിച്ചതായിട്ട് ഞാൻ കണക്കാക്കും. അത്രയേ ഉള്ളൂ. പിന്നെ എത്രയോ പേര് നമ്മളെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളെ വെറുതെ ഇല്ലാവചനങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുകയും തെറി വിളിക്കുകയൊക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ക്ഷമിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഈ കാര്യത്തിലും എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മകനെ പറഞ്ഞു തിരുത്തുക. എന്തായാലും ഈ ഒരു കേരളത്തിൽ ഇത്ര ദാരിദ്ര്യമാണോ നിങ്ങളുടെ മകന് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും നിങ്ങളുടെ മകനെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി കുട്ടികളാണ്, കാണാൻ നല്ല സൗന്ദര്യമുള്ള നല്ല നല്ല കുട്ടികളാണ് 2 കുട്ടികളും. അപ്പോൾ എന്തായാലും 2 കുട്ടികളുടെ ഉമ്മയുടെ പിന്നാലെ നടക്കാണ്ട് ഈ ലോകത്ത് ഇഷ്ടംപോലെ നല്ല മൊഞ്ചത്തി കുട്ടികളെ കിട്ടും. അതിലൊരു മൊഞ്ചത്തി കുട്ടിയെ കണ്ടുപിടിച്ച് കുഞ്ഞിനെ വിവാഹം നടത്തി കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്തിനാണ് വെറുതെ 2 ട്രോഫികളെ കൂടി സ്വന്തമാക്കാനായിട്ടിരിക്കുന്നത്? ട്രോഫികളെ കൂടി എന്ന് വെച്ചാൽ ഞാൻ മോശം അർത്ഥത്തിലല്ല കേട്ടോ പറയുന്നത്. കാരണം 2 കുട്ടികളെ ഇപ്പോൾ ഇവരെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ 2 കുട്ടികളെയും കൂടി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ ഒരു ലേഡിയുടെ പിന്നാലെ അലയുന്നതെന്ന് അറിയില്ല. എന്തായാലും മക്കളെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. എന്തായാലും ഈ അതിസുന്ദരിയായ സ്ത്രീയുടെ പിന്നാലെ പോവാതിരിക്കുക. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനായിട്ടുള്ളത്. കുറേ നാളായിട്ട് ഈ യൂട്യൂബിൽ ഇങ്ങനെ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ നാൾ എൻ്റെ പിന്നാലെയും ചിലർ യുദ്ധങ്ങളുമായിട്ട് വന്നിരുന്നു. ഞാനതിന് മൈൻഡ് ചെയ്യാൻ പോയിട്ടില്ല എന്ന് കരുതിയിട്ട് നമ്മൾക്ക് പ്രതികരിക്കാനൊരു കാര്യങ്ങൾ പ്രതികരിക്കേണ്ടപ്പോൾ പ്രതികരിക്കുക തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് പ്രതികരിച്ചതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.